നിനക്ക് കണ്ണി കണ്ട പെമ്പിളാരോടൊക്കെ സഹകരണം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെ പിന്നെ ഇത്രയും വലിയ പേനെങ്ങനെയാണ് നിന്റെ തലയിൽ കയറുന്നേ? ഇങ്ങനെ വായും പൊളന്ന് മോളോട്ട് നോക്കി നിന്നിട്ട് എന്തുവാ കാര്യം മനുഷ്യ? വല്ല പറ ഇങ്ങോട്ട്. ഇതിനിപ്പോ ഞാൻ എന്തോ പറയാനാ? എന്തെങ്കിലും ഒന്ന് മിണ്ടലിയാ, അല്ലെങ്കിൽ ലാഗടിക്കും. നിങ്ങക്ക് എന്തോ ഇത്ര വലിയ പുച്ഛം? അഞ്ച് കഴിച്ചിട്ട് മണിക്കൂറുകളായി. വല്ല ഐഡിയ പറയുന്നുണ്ടോ? എന്റെ പൊന്നളിയെ പണ്ടൊക്കെ വലിയ വീട് മാത്രം പിടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ മുക്കിൽ മൂലയിലുള്ള എല്ലായിടത്തും CCTV ക്യാമറ, സെക്യൂരിറ്റി അലാറോ. അതിന്റെ ഇടയ്ക്ക് എങ്ങനെ പോയി കക്കൂന്ന് ഈ പറയുന്നത്? പണ്ടാരോടങ്ങാനായിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ പോക്കറ്റ് അടിച്ചെങ്കിലും ജീവിക്കായിരുന്നു. ഇപ്പൊ എല്ലാം കൂടെ ഫോണിനകത്ത് ഉണ്ടാക്കി വെച്ച കുറ്റി. എന്നാ പിന്നെ ഫോണും കടിച്ചു മാറ്റിയാലോ? എടി വിവരക്കേട് പറയലടി. ഇപ്പൊ ഫോണിൽ അതിനെക്കാട്ടി വലിയ സെക്യൂരിറ്റിയാ. പാസ്വേഡ്, പാറ്റേൺ, ഫേസ് ലോക്ക്, ഫിംഗർ. ഇതിന്റെ ഇടയ്ക്ക് ക്യാമറ വേറെ എന്തോ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ഇനി സിം ഊരിട്ട് വിൽക്കാമെന്ന് നോക്കിയാലോ? EMI നമ്പർ നോക്കിയിട്ട് അമ്മ പൊക്കുകയും ചെയ്യും. EMI അല്ല പൊട്ട, IMEI. അത് നിങ്ങൾ ഇങ്ങനെ ഒരു ലോഡ് പുച്ചിട്ടിട്ട് എന്തുവാ കാര്യം? എന്തൊരു ഐഡിയ പറ മനുഷ്യ. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നമുക്ക് ബാങ്കിങ് കൊള്ളയടിച്ചാലോ? പക്ഷെ വേണ്ട, നമ്മൾ മണി ഹീസ്റ്റ് കോപ്പി അടിച്ചാന്ന് നാട്ടുകാർ പറഞ്ഞാലോ? ഓ മണ്ടി, അത് അങ്ങ് വിശ്വസിച്ച്. അല്ലെങ്കിലും നമുക്ക് അത്രയും ബുദ്ധിയൊന്നുമില്ല. ആ പറഞ്ഞത് കറക്റ്റ്. ചുമ്മാ ഇരിക്കാ, തല പോയിക്കടാ. എന്നെ തലവിലെടുക്കല്ലേ? ആ ബ്രൂണോ എന്നോടൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ അതും കൊണ്ട് ഇപ്പൊ ഇവിടെ വരും. വന്നു ബ്രൂണോ. എടാ നിന്ന് കഥകളി കാണിക്കാതെ എന്തായാലും ഐഡിയ പറയടാ ബ്രൂണോ. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിരിക്കണ്ട. റിസ്ക് എടുക്കാൻ തയ്യാറാണോ? റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. റിസ്ക് എടുത്തിട്ടുള്ളവർ ഇവിടെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. നിന്ന് തത്വം പറയാ, കാര്യം പറയണം. പ്ലാനൊക്കെ ഞാൻ പറയാം. പക്ഷേ ഈ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോ എന്ന് മാത്രം പറഞ്ഞേക്കരുത്. ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. കിഡ്നാപ്പിംഗ്. ഇതാ ഞാൻ പറഞ്ഞ ചാടി കയറി നോ പറയരുതെന്ന്. ഇതാണോ ബ്രൂണോ ഐഡിയ കൊണ്ട് വരുമെന്ന് പറഞ്ഞേ? ഇതെങ്കിലും ഇവ ശരിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഹലോ മിസ്റ്റർ, ഇതിന്റെ സ്കോപ്പിനെ കുറിച്ച് എനിക്ക് അറിയാത്തോണ്ടാ? സ്കോപ്പുണ്ട്. നിന്റെ കണ്ണോടിച്ചാൻ പോയിക്കും ഞാൻ. നിനക്കറിയാവോ, ഞങ്ങൾ അന്തസ്സോടെ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാ. ഞങ്ങളുടെ സ്റ്റാറ്റസ് എന്താന്ന് നിനക്ക് അറിയത്തില്ല. സ്ത്രീയെ മോഷ്ടിച്ച തൊണ്ടുമുഖം എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതാണോ നിങ്ങളുടെ സ്റ്റാറ്റസ്? ആണോ? ഒരു പരിചയമില്ലാത്ത കാര്യം പറയാതറ. ഇതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? താൻ ഒരു മതി കോപ്പറേറ്റീവ് കമ്പനികൾ പോലെ എക്സ്പീരിയൻസിന്റെ കാര്യം മാത്രം എടുത്ത് പറയരുത്. മനസ്സിലായോ? ഇയാൾ ആദ്യം മോഷ്ടിക്കാൻ ഇറങ്ങിയപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇറങ്ങിയത് ആണോ? അല്ലല്ലോ, സാഹചര്യം കൊണ്ടല്ലേ? അതുകൊണ്ട് തന്നെ ഇത് നിർത്ത. എടാ ബ്രൂണോ, നിന്റെ ഐഡിയ വിശദമായിട്ട് ഒന്നുകൂടെ പറഞ്ഞേ. പറയാം. കുട്ടികൾ, കൊച്ചു കുട്ടികളായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതും ചെറുതൊന്നുമല്ല, നല്ല കോടീശ്വരന്മാരുടെ മക്കളുടെ കാര്യമായതുകൊണ്ട് അവരധികം റിസ്ക് എടുക്കത്തില്ല. പെട്ടെന്ന് പൈസയും കിട്ടും. അവൻ ഈ പറഞ്ഞതൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കൊണ്ടുവന്നു. അപ്പൊ നിങ്ങളിത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ എനിക്കിൻ്റെ അത് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലല്ലോ. വാടാ, നോക്കി തരാം. ചേച്ചി പോരുത്. എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചിയാണ് മെയിൻ. ചേച്ചിയാണ് ഞങ്ങളുടെ മാസ്റ്റർ മൈൻഡ്. ഞാനാ? എൻ്റെ പൊന്നു ചേച്ചി, ഇത്തരം പരിപാടികൾക്ക് ഇപ്പൊ സ്ത്രീകൾക്കാണ് മുൻഗണന. എന്നിട്ട് ഞാൻ ഒന്നാം പ്രതിയായിട്ട് ജയിലിൽ പോയി കിടക്കണം. അയ്യോ, അതല്ലെന്ന്. എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടോ? ഇംഗ്ലീഷ് പറയാൻ അറിയാമോ? രക്ഷപ്പെട്ടു. നമ്മൾ ജാമ്യം എടുത്തു കഴിഞ്ഞു. അത് മാത്രമല്ല, ഞാൻ ഹാക്ക് ചെയ്യുന്നൊരു യൂട്യൂബ് ചാനൽ കയ്യിലുണ്ട്. മതി, നമ്മൾ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഒരു 5 ലക്ഷം രൂപ മാസ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല വേണ്ട, അത് പറയണ്ട. അത് അവർ പറഞ്ഞുണ്ടായിക്കോളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇട്ടു. ബ്രൂണോ, ഐ എം ഇംപ്രസ്ഡ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തോട്ടെ. ഇതേതാ മാസം? ഡിസംബർ 19, കരോൾ മാസം. ഈ മാസം നമുക്ക് ഏത് വീട്ടിലും ഫ്രീ ആയിട്ട് കരോൾ എന്ന് പറഞ്ഞ് കയറി ചെല്ലാം. അങ്ങനെ നമ്മൾ വലിയ വലിയ വീടുകൾ മാത്രം കയറി അവിടുത്തെ പിള്ളേരെ സ്കെച്ചിട്ട് പൊക്കാം. അത് കൊള്ളാം. എന്നാൽ എനിക്ക് കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. നമ്മളെന്തായാലും കരോളിന് പോവാണല്ലോ, അതിലൂടെ കാശുണ്ടാക്കാമല്ലോ. നമുക്ക് വെറൈറ്റി ആയിട്ട് വൃത്തിക്ക് അങ്ങ് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, ഇന്ന് തന്നെ ഇറങ്ങിത്തിരിക്കാം. ചെയ്യാം. പറയാം. കൊള്ളാല്ലേ ഈ കോൺസെപ്റ്റ്? കാര്യം നമ്മൾ കാണിക്കാൻ പോണ തെണ്ടിത്തരമാണെങ്കിലും എനിക്ക് ഈ കോൺസെപ്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ട്. ഓ, നിനെങ്കിലും നിന്റെ തലയൊന്നും ഉപയോഗപ്പെട്ടല്ലോ. അല്ല, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഓണത്തിന് മാവേലി വരും, പക്ഷെ ക്രിസ്മസിന് എന്തുകൊണ്ട് ഉണ്ണിയേശു വരുന്നില്ല എന്ന്. അതിന്റെ കൂടെ ഇപ്പം മറിയോ ഔസേപ്പും കൂടെ ആയപ്പോഴത്തേക്ക് പൂർത്തിയായി. അല്ല, എനിക്ക് ഇന്ന് വരെ മനസ്സിലാത്ത വേറൊരു കാര്യമുണ്ട്. ഈ ക്രിസ്മസ് പപ്പയും ക്രിസ്മസുമായിട്ട് എന്തുവാ ബന്ധം?
നിങ്ങൾ എന്തിനീ കിടന്നോണ്ട് തുള്ളനെ? നിങ്ങൾക്കറിയാവോ മനുഷ്യ? നിനക്കറിയാവോടാ? ഇതിപ്പോ ആരോടാ ഒന്ന് ചോദിക്കുന്നേ? ഞാൻ പറഞ്ഞുതരാം. പാപ്പി പറഞ്ഞുതരാം. അതാരാ അത്? എന്താ ചോദ്യം? ഇതാരാ? ഇത് ക്രിസ്മസ് പപ്പ. ക്രിസ്മസ് പപ്പ. ക്രിസ്മസ് പപ്പ ക്രിസ്മസ് ഉണ്ടല്ലോ, അപ്പൊ അതാണ് ക്രിസ്മസ് പപ്പയ്ക്ക് ക്രിസ്മസുമായിട്ടുള്ള ബന്ധം. എന്നെ കൂടെ നിങ്ങളുടെ കൂടെ കരോളിന് കൂട്ടുവോ പ്ലീസ്? ഞാൻ മദ്യവെച്ചെന്നും പറഞ്ഞ് എന്നെ പള്ളിക്കാർ പോലും കരോളിന് കൊണ്ടുവന്നില്ല. കർത്താവ് വെള്ളം വീഞ്ഞാക്കിയില്ലേ? കർത്താവ് തെറ്റുകാരനാണോ? പിന്നെ അങ്ങനെ ഈ പാപ്പി മാത്രം തെറ്റുകാരനാകും. നിങ്ങൾ അതുകൊണ്ട് എന്നോട് കരോളിൽ കൊണ്ടുപോകണം പ്ലീസ്. ഹലോ മിസ്റ്റർ, പ്ലീസ്, ഞാൻ ഒരു ഐഡിയ വർക്കൗട്ട് ആക്കിയിട്ട് നിർത്തിയാണ്. അലമ്പാക്കരുത്. ഇയാളെന്തോ ജുഗൽബന്ധിക്ക് പോകാന്നോ? രണ്ടുകൂടെ അങ്ങനെ അയാൾ ഓട്ടുന്നത്. ഒന്ന് പാപ്പി ഓട്ടണം. പാപ്പിക്ക് ഓട്ടാൻ എനിക്ക് അറിയാം. പാപ്പി കൊട്ടുകാരനാ. മക്കളെ പോയി. അല്ല, എങ്ങനെയുണ്ട് സാർ ഞങ്ങളുടെ വെറൈറ്റി കോൺസെപ്റ്റ്? എന്ത്? മറിയം ഔസേപ്പ് ഉണ്ണിയേശു. നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ. അല്ല സാർ സിംഗിൾ ആണോ? കുട്ടികളൊന്നും ഇല്ല? ഇല്ല, ഞാൻ സിംഗിളാ. അതെന്താ സാർ കല്യാണം കഴിക്കാഞ്ഞ്? നിങ്ങളെ വന്ന പണി ആയിട്ടങ്ങ് പോയാൽ മതി. തന്നെ തുടങ്ങാം. ഈശ്വര, വലിയ വീടാ, ഒരു കൊച്ചും കൂടെ ഉണ്ടായാൽ മതിയേ. അല്ല, അപ്പൊ ഈ വീട്ടിൽ ദമ്പതികൾക്ക് ഇതിട്ടും കുട്ടികളില്ല? ഓ, ഒന്നും മിണ്ടായിരുന്നോ മനുഷ്യ? എടാ കൊട്ടടാ. തരങ്ങാ. Christmas papani, Christmas papani, Christmas papani, Christmas papani, Christmas papani, Christmas papani, Christmas papani. Oh. ഹലോ, ഈ ഇത്രയും ചൈതന്യമുള്ള ഉണ്ണിയേശുവിന്റെ മുഖത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ തരാൻ തോന്നി 20 രൂപ? ദൈവകോപം ഉണ്ടാവും കേട്ടോ. കുഞ്ഞിന് ദൈവവും ഉണ്ടാക്കാൻ കയ്യിലുള്ളത് എടുത്ത് കൊടുക്ക ചേട്ടാ. അയ്യോ, നല്ല കാലത്ത് ദൈവം അനുഗ്രഹിക്കും കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അല്ല, ഒരു തുള്ളിനുള്ള കിട്ടെങ്കിൽ നമുക്ക് നിർത്താം. ചെറുക്കം വേണ്ട കേട്ടോ. അവിടെ കൊണ്ടു ഒടുക്കത്തെ ചവിട്ട് പിടിയാവൻ. എന്തൊരു മണ്ടം വീടാടാ. 2 കാറും ഉണ്ട് കേട്ടോ. ഇനി ഒരു കൊച്ചും കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു. അല്ല, അതെന്തിനാ എല്ലാ വീട്ടിലും കയറി കൊച്ചുണ്ടോ തപ്പുന്നേ? ഞാൻ എന്റെ റമ്മില്ല ഇവിടെ കൊട്ടാനും തുള്ളാനും. അതുണ്ടല്ലോ ചേട്ടാ, പിള്ളേരുണ്ടെങ്കിലും ഒരു ഗുമ്മുള്ളു. ഈ പ്രായമാർക്കൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലെന്നേ. എടാ, നമ്മൾ വന്നറിയിക്കാൻ ഒന്ന് കൂട്ടടാ. പിള്ളേര് മൊത്തം കുരിപ്പാന്ന്. പുൽക്കൂടിനെന്ത് വെളിച്ചം, വീടിനെന്ത് വെളിച്ചം കാണാമോ? ഒരു മായാജാല പുൽക്കൊടിലിൽ ദേ മുൻപിൽ നിൽക്കുന്നു. കാണാമോ? കാണാമേ. എത്ര വിളിച്ചിട്ടും വരികില്ലെന്നാലോ, വരികില്ലെന്നാലും എന്റെ കൺമുൻപിൽ അവനില്ലേ.
വരട്ടെ, ഞങ്ങളെന്നാ അങ്ങോട്ട്. പൈസ ഷെയർ തരണം. ഈ ചെറുക്കൻ കൊള്ളാം, ഇവൻ ഫിക്സ് കേട്ടോ. താങ്ക്സ് മാമ. എന്തിന്? എന്നെ തട്ടിക്കൊണ്ടുവന്നതിന്. ട്യൂഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനൊരു വഴി നോക്കുമായിരുന്നു. അന്നേരമല്ലേ നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടുവന്ന്. എന്നെ ടൈമിങ് കളവേ. എന്റെ ദേവത നടത്തിയ മുല്ല് വിളിക്കാൻ പറയും കേട്ടോ. അതെന്നെ പറ, അത് ഞാൻ പറയട്ടെ. നല്ല വൈബ് സ്ഥലവാ. നമ്മളിവിടാണോ ശ്രീ മാമി? മാമിയാ? നിന്റെ കുഞ്ഞുമായിപ്പോ വിളിക്കടാ മാമിന്ന്. ചേച്ചി റാക്കറ്റ് ഉണ്ടോ? ഞങ്ങള് റാക്കറ്റാന്ന് നീ എങ്ങനെ അറിഞ്ഞു? അല്ല, റാക്കറ്റ് എന്ന് പറഞ്ഞ ബാഡ്മിന്റൺ കളിക്കുന്ന റാക്കറ്റാ ഞാൻ പറഞ്ഞത്. ഈ ഷട്ടില്. ഡയർക്ക നിന്നെ ഇവിടെ പിക്നിക്കിന് കൊണ്ടുവന്നല്ല, തട്ടിക്കൊണ്ടുവന്നതാ. അതിന് എന്നാലും എനിക്കൊരു ടൈം പാസ് ഒക്കെ വേണ്ടേ? നിങ്ങൾ ഇങ്ങനെ പുന്നാരിക്കാണ് പിടിച്ചോണ്ട് വെച്ചേക്കുന്നേ. അവന്റെ വീട്ടിൽ വിളിച്ചു പറ. അയ്യോ വേണ്ട മാമ, നാളെ മതി. ഒരു ദിവസം കഴിയിട്ടുന്നു. ട്യൂഷൻ കഴിയട്ടെ, ഇപ്പൊ ഒന്നും കഴിഞ്ഞ് കാണത്തില്ല. പ്ലീസ് 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 പ്ലീസ്. ശരി, വലിയ സത്യം. ആ ശരി. ദീർഘ, നിന്നെ ഇവിടെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ കൊണ്ടുവന്നതല്ല. നീ പറയുന്നത് ഞങ്ങളല്ല കേൾക്കണ്ട, ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം കേട്ടോ. അമ്മോട്ട പതിരി, നീ ഇങ്ങോട്ട് വന്നേ. ഹലോ, ഒന്ന് മയത്തി പിടിച്ചിരുത്ത. ശരി, നമുക്ക് കളിക്കാം. ഇവര് സീരിയസ്നെസ് ഇല്ല, എന്തൊരു കളിയും ശരിയാ. ഒരു പേടിയില്ലാത്തൊരു ചെറുക്കൻ. പേടി അവന് വേണ്ട, പക്ഷെ അവന്റെ വീട്ടുകാർക്ക് പേടി വേണം. നീ അവളെ വിളിക്കും. പക്ഷേ നമ്മളെ ട്രാക്ക് എങ്ങാനും ചെയ്യുമോ വിളിച്ചാല്? അതിപ്പോ എടാ പ്രൂണോ, നീ വന്നേ. എടാ, ഇതിന്ന് വിളിച്ചാൽ അവര് നമ്മളെ ട്രാക്ക് ചെയ്ത് വല്ലതും വരുമോ? ഒരിക്കലുമില്ല. ഞാൻ ഇതിനകത്ത് VPN ഡൗൺലോഡ് വെച്ചിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് കിസ്മത്ത് പരിപാടികളും ഞാനിത് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഹാക്കറല്ലേ. ഉള്ളതാണല്ലോ. വിളിച്ചോ. അല്ല, വേറൊരു പ്രശ്നമുണ്ട്. ഇനി എന്താ പ്രശ്നം? നമ്പർ വേണ്ടേ? ഓ എടാ കൊച്ചെറുക്ക, ഇതാരാ ഇപ്പൊ വിളിക്കുന്നേ? എടുത്തു നോക്ക്. ഹലോ ഹലോ, ഞങ്ങളിപ്പോൾ കൊൽക്കട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ മകൻ ഇപ്പം എവിടെയുണ്ടെന്നറിയാമോ? ഞങ്ങളുടെ മകനോ? ഇവിടെ ഉണ്ടല്ലോ. ഒന്നുകൂടൊന്ന് ശരിക്കും നോക്കിക്കേ. ചേട്ടാ, അവൻ എന്തിയെ? അവനോട് റൂമിൽ ടാബിൽ കളിച്ചോണ്ടിരിപ്പുണ്ടായിരിക്കും. അവൻ ഇവിടെ തന്നെ ഉണ്ട്. അല്ല, നിങ്ങളുടെ മോനിപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ മോൻ എൻ്റെ വീട്ടിലല്ല, നിങ്ങളുടെ വീട്ടിലല്ലേ ഇരിക്കുന്നത്. ഒന്ന് പോയ പെണ്ണുപിള്ള രാവിലെ ചുമ്മാ സ്പാം കോളുമായിട്ട് വന്നോളും. ഏതോ ഒരു പെണ്ണുപിള്ള വിളിച്ചിട്ട് പറയുവാ നമ്മുടെ മോൻ ഇവിടെ ഇല്ല, അവരുടെ അടുത്താണെന്ന്. കട്ട് ചെയ്ത് അവരുടെ കുഞ്ഞവരുടെ വീട്ടിലുണ്ടെന്ന്. അയ്യോ, ഇനി അയലോക്കത്തെ ചെറുക്കൻ അങ്ങനെ TV കാണാൻ പോയപ്പോൾ അങ്ങനെ പിടിച്ചോണ്ട് വന്നത് നമ്മള്. ഞങ്ങൾ എടുത്തോണ്ട് വന്ന വീട്ടിൽ തന്നെയാണോ നീ? എന്താ? എന്നാലേ നിന്റെ വീട്ടുകാരറിഞ്ഞിട്ടില്ല നിന്നെ തട്ടിക്കൊണ്ട് പോയത്. സൗഭാഗ്യം. ഇനി നിങ്ങളായിട്ട് പറയാൻ നിൽക്കണ്ട. എടാ ഇറക്ക, നീ ഒരാളാണ്. ഞാൻ ഒന്നല്ല, പിന്നെ പലതാണ്. എടാ അതല്ല, നിന്റെ വീട്ടിൽ നീ ഒരാളെ ഉള്ളോ? അല്ല, 3 പേരുണ്ട്. 3 പിള്ളേരാ? അല്ല, ഞാന്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ. എടാ എടാ എടാ, ആദ്യമേ നിനക്ക് ഒറ്റമോനാണെന്ന് പറഞ്ഞുകൂടായിരുന്നോടാ. അങ്ങനെ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. നീ വിളിച്ചേ. അയ്യോ വേണ്ട, വേണ്ട. ഇതേ ചേട്ടാ, അവർ പിന്നെയും വിളിക്കുന്നു. ഹലോ, വീണ്ടും ഞങ്ങളാ, പക്ഷേ ബാംഗ്ലൂരിൽ നിന്നാ. നിങ്ങളുടെ മകൻ നിങ്ങളുടെ വീട്ടിലില്ല, അവൻ ഞങ്ങളുടെ കൂടെയാ. നിങ്ങൾ ചുമ്മാ പോയ പെണ്ണുപിള്ള രാവിലെ മനുഷ്യനെ ഫൂളാക്കാൻ വേണ്ടിയിട്ട്. വിശ്വസിക്കുന്നില്ല ചേട്ടാ. എടാ ഇറക്ക, ഞാൻ കേട്ടോ, നിങ്ങളുടെ മോന്റെ കരച്ചിൽ കേട്ടോ. എടാ, നീ എവിടെയാണ്? നീ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം മനസ്സിലായോ സാറേ ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ കുഞ്ഞെന്ന്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആ
എന്തോ വേണ്ടെന്ന് ചോദിക്കുന്നു. എടാ എത്ര രൂപ? ഞങ്ങൾ ഇപ്പൊ തിരിച്ചു വിളിക്കാം. എടാ ആദ്യം എത്ര രൂപ വേണമെന്ന് ഫിക്സ് ചെയ്യും നിങ്ങള്. ഒരു മിനിറ്റ്, ഞാൻ ഇവൻ്റെ ആസ്തി നടക്കട്ടെ. നിന്റെ അച്ഛനെന്തോ ജോലി? എന്റെ അച്ഛനൊരു ജ്വല്ലറി ഉണ്ടല്ലോ. ജ്വല്ലറിയാ? ആ, ഐശ്വര്യ ജ്വല്ലറി അടൂർ കേട്ടിട്ടില്ല? ഇനി എറണാകുളത്ത് തുടങ്ങാൻ പോവാ. അപ്പൊ ഒരു 3 ലക്ഷം. അച്ചാച്ചനായിട്ട് തുടങ്ങിയതാ, 48 വർഷമായി. എന്റെ അച്ഛമ്മയ്ക്ക് പിന്നെ ഒരു സിൽവർ പാലസ് ഉണ്ട്. 5. ഇനി നിന്റെ അമ്മയ്ക്ക് വല്ലതും ഉണ്ടോടാ? ഉണ്ടല്ലോ, തരംഗോസ്ത്രം കണ്ടിട്ടില്ല? പിന്നെ എന്റെ അച്ചാച്ചനൊരു ഗാർഡൻ. അതെ അതെ, നിർത്തിക്കേ. നിന്നെ അവിടെ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ടോന്നല്ല, തട്ടിക്കൊണ്ട് വന്നാ. അതിന് വിളിച്ചേ. ഹലോ, വീണ്ടും ഞങ്ങളാ. ഇപ്പം ഞങ്ങൾ വിളിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ്. നിങ്ങളുടെ കുഞ്ഞിനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 6 ലക്ഷം രൂപ വേണം. നിനക്കൊന്നും ഒരു കോപ്പം നിർത്തില്ല. നിനക്കൊക്കെ ഞാൻ ആരാന്ന് അറിയത്തില്ല. അതിപ്പോ ഞങ്ങൾക്ക് അറിയണമെന്നില്ല. ചേട്ടാ അങ്ങനെ പറയണ്ട ചേട്ടാ, നമ്മുടെ കുഞ്ഞിന്റെ കാര്യമല്ല, നമുക്ക് കൊടുക്കാന്ന് പറ. കൂടുതൽ ധാഷ്ട്യം കാണിക്കരുത്. ഇനി ഇയാളോട് എൻ്റെ പട്ടി സംസാരിക്കും. നീ ഇങ്ങോട്ട് തന്നെ. ഹലോ, നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ നിങ്ങളുടെ ഫൈനൽ ഡിസിഷൻ ഞങ്ങളെ അറിയിക്കണം. പിന്നെ ഈ 1 മണിക്കൂറിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിന്റെ രീതി ഇങ്ങനെ ആയതുകൊണ്ട് 1 മണിക്കൂർ തരുന്നു. പോലീസിനെ അറിയിക്കുകയോ അതിസാമർഥ്യം കാണിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കണമെന്ന് അറിയാലോ. ഇതിനു മുമ്പ് ഇതുപോലെ പോലീസുകാരെ വിളിച്ചവരുടെ അവസ്ഥ ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അതിനുള്ള സമയം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് 1 മണിക്കൂർ തരും കേട്ടല്ലോ. എന്റെ കുഞ്ഞ് അവനെ കൊടുക്കണോ? എനിക്ക് അവൻ്റെ തന്തയുടെ വർത്താനത്ത തീരെ പിടിച്ചില്ല. എന്താവാനോ, അവൻ്റെ അതേ ഗുണമുള്ളൊരു തന്ത. ഒരു പേടിയില്ല. നന്നായിട്ടൊന്ന് വരട്ടണം അവനെ എനിക്ക്. വാടാ. കൊച്ചിയർക്കനോട് പോയി. എടാ അവന്റെ പേരെന്തോന്നാടാ? മോനെ, മുത്തേ, ജോസഫേ. ഇവന്റെ പേര് ടിക്കു. മോനെ. അയ്യോ എന്റെ ദൈവമേ. എടാ ഒരു മനുഷ്യനൊരു പേരെങ്കിലും ചോദിച്ചുകൂടായിരുന്നോടാ അവനോട്? മോനെ, ചക്കുരുവാവേ. എടാ പാപ്പം തരാടാ, പാപ്പം. എന്റെ ദൈവം. എടാ അപ്പുസേ, ദുൽഖറേ, അഞ്ജലി, ഫൈസലേ. എവിടാടാ ഇവൻ? ഷെഫീഖേ, എവിടെ പോയി തപ്പു അവന്? എന്താടാ നോക്കാഞ്ഞേ? ഇവനെ ഉണ്ടല്ലോ. അത് ഞാൻ എണ്ണില്ലല്ലോ, പിന്നെ എങ്ങനെ ഒളിക്കുന്നേ? ഡാ അധികം സമയം തരുന്നില്ല. വേണേ പോയി വിളിച്ചോ. 1 2 3 4 5 6 7 8 9 10 12 15 13 14 15 16 17 18 19 20 21. കുളം കുളം കര. हरे रामकृष्ण जगन्नाथ प्रेमानंद. ये क्या हुआ? എടാ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലടാ നീ. എടാ മുമ്പേലടാ 3 കുറ്റി പുട്ട് ഇപ്പൊ കുത്തി ഇറക്കിയത്. എന്തേലും വാങ്ങിച്ചു കൊടുക്കണേന്ന്. അർജന്റ് വല്ലാതെ മുട്ടണം. നിങ്ങളെന്തിനാ എന്നെ നോക്കണേ? പ്ലീസ് മമ്മി. അയ്യോ ഈ ചെറുക്കിന് വല്ല ഉറക്കഗുളിയും കൊടുത്ത് ഉറക്കാൻ നോക്കടാ. എനിക്ക് വയ്യനെ അവനെ നോക്കാൻ കേട്ടോ. നിങ്ങൾ ആ പോയവനെ ഒന്ന് വിളിച്ച് എന്നിട്ട് പറ ഒരു സ്ലീപ്പിംഗ് പിൽസ് മേടിച്ചോണ്ട് വരാൻ പറ. എനിക്ക് യൂട്യൂബ് വീഡിയോ കാണണം. ബോറടിക്കുന്നു. ചെറുക്കൻ്റെ തന്തേ തള്ളെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഇത് പോലെ മെനക്കേടായല്ലോ. എടാ എന്നാ എന്തായാലും വെച്ചിന്ന് കാണും. മെനക്കേടാന്ന് പറയണേ. എന്റെ ഫോട്ടോ പത്തനംതിട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ
നാട് മൊത്തം അടങ്ങിയിരിക്കുകയാണ്. ഊർജിതമാക്കിയിട്ടുണ്ട്. നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഗതാഗത പരിശോധന കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. അതുപോലെ തന്നെ ശരത് ഇപ്പൊ കിട്ടിയ വിവരം, കുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചിട്ട് 5 ലക്ഷം രൂപ മോചന ദ്രവ്യമായി പ്രതികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനെ തുടർന്നും പോലീസ് തുടർ നടപടികളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുവരെ പ്രതികളെ പറ്റിയോ അവരുടെ സംഘത്തെ പറ്റിയോ യാതൊരു സൂചനയും പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് ഏറെ വേദനാജനകമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ പോലീസ് നമ്മളുമായിട്ട് പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾക്ക് മുജാഹിദീൻ തീവ്രവാദികളുമായും അതുപോലെ തന്നെ വിദേശത്തേക്ക് കുട്ടികളെ കയറ്റി അയക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണെന്നുമാണ് പോലീസ് സംശയിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ പ്രതികൾ ജില്ല വിട്ടിട്ട് പോയിട്ടുണ്ടാവില്ല, അധിക ദൂരം അവർക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാണ് നിങ്ങൾ ആരാണ്ടൊക്കെ തട്ടിക്കൊണ്ടുപോയ വിവരം നിങ്ങൾ അറിഞ്ഞാ പേടിക്കുമെന്നൊക്കെ പറയുന്നു. അത് അവസാനം ഞാനൊരു പഞ്ചിനിട്ടതാ. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വിവരം ആദ്യം ഞാനാണ് അറിയുന്നത്. സ്ഥലം MLA എന്ന സ്ഥിതിക്ക് എനിക്ക് ഇടപെട്ടെങ്കിലേ പറ്റൂ. ഞാനാണ് പത്രക്കാരെയും മീഡിയക്കാരെയൊക്കെ ഇത് അന്നേരം തന്നെ വിളിച്ചറിയിക്കുന്നത്. ഒരു പക്ഷേ ഇവന്മാരെന്തൊരു മണ്ടന്മാരാണ്. ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഇപ്പോഴത്തെ മീഡിയയൊക്കെ അനുസരിച്ച് എത്രയും പെട്ടെന്ന് ഫ്ലാഷ് ആകും. എനിക്കൊരു സംശയമുണ്ട്, ഈ സമീപ പ്രദേശങ്ങളിലെ ആളൊഴിഞ്ഞ വീടുകളിലോ സ്ഥലങ്ങളിലോ യവന്മാർ കാണും. ഒരു പക്ഷേ ഞാനീ പറയുന്നത് യവന്മാർ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നത്, എന്നാൽ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഈ കുട്ടിയെ കൊണ്ട് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ബന്ധപ്പെട്ടവർ അത് കണ്ടെത്തിക്കൊള്ളും. അല്ലെങ്കിൽ നിങ്ങളുടെ തടി കേടാവും, പോലീസുകാരും നാട്ടുകാരും നിങ്ങളെ കൈകാര്യം ചെയ്യും. അതാ നല്ലതെന്ന് തോന്നുന്നു. ആ ശരത് നമുക്കൊക്കെ ഏറെ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ഏറെ സന്തോഷം തരുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ഒരാൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് വ്യക്തമായിട്ട് കുട്ടിയെ മയക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെഡിസിനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യമാണ് പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ കേസിന് ഏറ്റവും വലിയൊരു വഴിത്തിരിവാവുന്നതാണ് പോലീസ് പറയുന്നത്. ഇവൻ എന്തോടി മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പാണ് അവിടെ കളിക്കുന്നേ. നിന്റെ ആങ്ങളായിപ്പോ അല്ലെ പണ്ട ഞാൻ തല്ലിക്കൊന്നേനെ. ശരത്, നമ്മുടെ വൈഡ് വിഷൻ പ്രേക്ഷകർക്കും നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും നമ്മൾ മുൾമുനയിൽ ഇരുന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പത്തനംതിട്ടയിലെ കേസ് നമ്മൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതികളുടെ ലൊക്കേഷനാണ് ട്രേസ് ചെയ്ത് ഇപ്പോൾ പോലീസ് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ പ്രതികളിലേക്ക് നമുക്ക് എത്താനായിട്ട്. ശരത്, എടാ നീ അല്ലേടാ ഹാക്കറെ ട്രാക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞേ. അങ്ങനെ വരാൻ വഴിയില്ലെന്ന്. എല്ലാം പൊക്കി, നമ്മുടെ കളത്തിലെല്ലാം പൊക്കി, നമ്മളെ പൊക്കാൻ നീ എന്തിനാടാ പൊട്ട പോയി കൊച്ചുങ്ങൾ ഉറക്കുന്ന മരുന്ന് ചോദിച്ചത്? വിളിച്ചു പറഞ്ഞേ. എടാ മരഭൂതമേ, അത് സ്ലീപ്പിംഗ് പിൽസ് അല്ലേ? കൊച്ചുങ്ങൾ ഉറക്കാൻ നീ എന്തിനാണ് എടുത്തു പറഞ്ഞത്? അയ്യോ, ഇനി എന്തോ ചെയ്യുവേ? എടാ എല്ലാരും ഓടി അവനെ എടുത്തോണ്ട് വാടാ. ഇങ്ങോട്ടും കേട്ടിട്. ഇതുവഴി നേരെ പോയിട്ടേ അവിടെ ഒരു മുക്കുണ്ട്, അവിടെ ചെന്നിട്ട് നീ ആരെങ്കിലും കൈ തൂങ്ങി പിന്നെ വീട്ടിൽ പോകാൻ നോക്കണേ. എടാ പൊന്നുമോനല്ലേ, ഞങ്ങളെ പോലീസ് വരുന്നില്ല. 5 മിനിറ്റ് ഇപ്പൊ ഒരാള്. വണ്ടി വിട് അയ്യോ, അവന്റെ അമ്മൂമ്മയുടെ ഒരു കിഡ്നാപ്പ്. നമ്മളെ പോലീസ് പിടിച്ചില്ലേ, രക്ഷപ്പെട്ടില്ലേ? അതെ, കോർണോമാരി ചെയ്ത പുണ്യം കൊണ്ടാ. അതെ അവൻ സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നേക്കുന്നത്. എന്ത് വരുന്നവിടെ പാവക്കൂത്ത കണ്ടില്ല. ഇനി മിണ്ടിയോ നിന്നെ കോലപ്പൊക്കെ അങ്ങോട്ടെടുത്ത് എറിഞ്ഞ കേട്ടാ. റൂണോ, നീ ചിരിക്കരുത്. നിന്റെ ഒടുക്കത്തെ ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇത് പണി പാടുമെന്ന്. എന്തൊക്കെയാ നീ പറഞ്ഞ? ട്രാക്ക് ചെയ്യത്തില്ല. പിന്നെ എങ്ങനെയാണ് ലൊക്കേഷൻ കണ്ടുപിടിച്ച പോലീസുകാരും? എന്റെ പ്ലാനിംഗ് ഒക്കെ നല്ല വ്യക്തതയുള്ള പ്ലാനിംഗ് ആയിരുന്നു. അത് പിന്നെ ചെറിയൊരു സിസ്റ്റമാറ്റിക് എറർ പറ്റിയതാ. നമ്മൾ VPN ഡൗൺലോഡ് ചെയ്തില്ലേ, അത് ഡൗൺലോഡ് മാത്രമേ ചെയ്തുള്ളൂ, ആക്ടിവേറ്റ് ചെയ്യാൻ മറന്നുപോയി.
എടാ ആ ഫോണായിട്ടോടാ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി ഇവിടെ ട്രാക്ക് ചെയ്യത്തില്ലേ? ഇല്ല, ആ ഫോൺ ഞാൻ അവിടെ തന്നെ കളഞ്ഞ്. ഈ കേരള പോലീസ് പിടിക്കുന്നവരെ എങ്ങനെ ജീവിക്കുമെന്നും കൂടെ നിങ്ങളൊന്ന് പറ. എനിക്ക് ഇപ്പോഴും വിശന്നു തുടങ്ങി. അയ്യോ, ഈ തീറ്റിപ്പണ്ടത്തിന് ആരെങ്കിലും ഒന്ന് കൊണ്ട് കള ആദ്യം. എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ഇനി ഐഡിയോ? നിന്റെ അണ്ണാക്കിട്ട് ഞാൻ മിണ്ടരുത്. അത് മുമ്പത്തെ പോലെ മോഷണോ തട്ടിക്കൊണ്ട് പോകലോ ഒന്നുമല്ല. കുറച്ച് നമ്മൾ തൊഴിൽ പഠിച്ചില്ലേ, അത് കുറച്ച് നാളത്തേക്ക് അങ്ങ് ചെയ്താലും. ഇട്ട് കൊടുക്കും എനിക്കിത് വേണ്ട, എനിക്ക് വേണ്ട. ചൂട് എടുക്കും. നിന്റെ മുഖം ഇനി വെളിയിൽ കാണിച്ചോണ്ടല്ലോ അടിച്ച് തെറിപ്പിക്കും ഞാൻ തന്നെ. പാവക്കൂത്തും കളിച്ചിട്ട് വന്നേക്കുന്നത്. എൻ്റെ കർത്താവേ കാത്തോളനെ, എല്ലാ വീട്ടിൽ നിന്നും നല്ല ചിക്കിളി കിട്ടണേ. ഉണ്ണേശുവേ, തുടങ്ങാം. കരോളുകാരാ ഞങ്ങൾ കരോള്